വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ചേട്ടൻ പറഞ്ഞാൽ മതി. അത് കൂടിയ ഒരു 3-4 ദിവസത്തെ പണിയേ ഉള്ളൂ. അതെയല്ലേ? പിന്നല്ലാതെ. അപ്പോൾ ഇതെന്ന് ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റും. അതായത് നാളെ സാധനം എടുക്കാൻ പറ്റുമോ? ഓ പറ്റും. എനിക്ക് ആഗസ്റ്റിന് നമ്പർ ഒന്ന് തന്നാൽ മതി. ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. ശരി ചേട്ടാ. ചേട്ടൻ്റെ നമ്പർ എന്ന് പറ. ഓ ഞാൻ നമ്പർ ഇട്ട് തരാം. ശരി. 8281530530. എങ്കിൽ ശരി ചേട്ടാ. ഓ ഞാൻ വരട്ടെ. അല്ല, ഇതാ ജോസഫ് മാഷിന്റെ മോൻ ജോണി അല്ലേ? അതെ, ആ ജോയി മാഷിന്റെ ബ്രദർ. അവരെ ഇരട്ടകളാ. അങ്ങേരെ കൈക്കൂലി കേസ് പിടിച്ചോടെ ഇങ്ങേരെ ആകെ അലമ്പായിപ്പോയി. അതൊരു അബദ്ധം പറ്റിയതാ. അല്ലെങ്കിൽ പിന്നെ ജോസഫ് മാഷെ പോലെ ഒരാളുടെ മകൻ ഇങ്ങനെ ആവില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. എത്ര നല്ല കുടുംബമായാലും ഒരലവലാതി അതൊരെണ്ണം ഉണ്ടാവും. ജോണി വിളിക്കണ്ടായിരുന്നു ചേട്ടാ, ചുമ്മാ അലമ്പാകും. ജോണി എവിടെ പോയിരുന്നു? ഓ ഞാനൊന്നാ ജംഗ്ഷൻ വരെ പോയത് ചേട്ടാ. എന്താ വിളിച്ചത്? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. വിശേഷം തീർക്കാൻ. ചേട്ടനെ പഠിപ്പിച്ച എൻ്റെ അപ്പച്ചനോടുള്ള ഇഷ്ടം കൊണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ ചില ചെറ്റകൾക്ക് പറ്റില്ല. എടാ, നീ ഞാനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? എന്ത് വിഷയം? ചേട്ടൻ മാറിയേ. പിന്നെ നീ എന്തിനാ ഈ ചേട്ടനോട് എന്നെ വിളിക്കണ്ട, വിളിച്ച പ്രശ്നമെന്ന് പറഞ്ഞത്? എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ പറ്റണില്ല അല്ലേ? അപ്പൊ വെറുതെ ഒരാളെ പറ്റി അപവാദം പറയുക, ഒരു പ്രശ്നമില്ലെങ്കിലും വെറുതെ പ്രശ്നക്കാരനെന്ന് പറഞ്ഞ് നാറ്റിക്കുക. ഇതുപോലെ ശബ്ദം താഴ്ത്തി അപവാദം പറയുന്നതിനും നിന്റെയൊക്കെ മുന്നിലേ ഈ ജോണി പ്രശ്നക്കാരനടാ. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 6-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ജോണി വിട്ടുകള. അല്ലേ പിന്നെ ചേട്ടൻ പറ. ഇവനിപ്പോ ചേട്ടനോടെ ഈ വക വർത്താനം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, താൻ വലിയ വർത്താനം ഒന്നും പറയണ്ട. പുണ്യാളം ചമയം വേണ്ട. താനുമായിട്ട് സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ലടോ. വേണ്ട എന്ന് കരുതേ താല്പര്യമുള്ള ആളുകളെ എന്നോട് സംസാരിക്കാൻ വരുമ്പേ താൻ തടയാനൊന്നും വരണ്ട. തടഞ്ഞ താൻ എന്ത് ചെയ്യടോ? വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ തലേക്കറിയിൽ നിരങ്ങണ താനൊരു ചുക്കും ചെയ്യുന്നുള്ളൂ. കാണാതെനിക്ക്. നീ ഒന്ന് പോയേ, നീ പോയേ. നാളെ അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ കാണാം. ജോണി ജോണി നിനക്കിതെന്താ പറ്റി? ഇവന്റെയൊക്കെ വർത്താനത്തിന് നല്ല അടികൊടുക്കെ വേണ്ട ചേട്ടാ. ജോണി, അവൻ അങ്ങനെ ഒരു വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച്
അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാമോ? നീ വാ പറയട്ടെ, നടക്ക. ജോണി, ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പതറിപ്പോകരുത്. ചേട്ടന് അറിയില്ലേ ഞാൻ എത്രമാത്രം സിൻസിയറായിട്ടാ ജോലി ചെയ്തിരുന്നേന്ന്? പിന്നെ ഞാനിത് എത്ര തവണ ആരോടൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നാലും ആ ആൻഡോ എന്തിനിത് ചെയ്തു എന്നാ? അവൻ്റെ പേപ്പേഴ്സ് എല്ലാം 100% ശരിയായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തതാ. എന്നാലും നിയമം വിട്ട് ഞാൻ ഇന്ന് വരെ ആർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. എന്തെല്ലാം ഭൂമി ഇടപാടുമായിട്ടാണ് ഞാൻ ജോണിയുടെ അടുത്ത് തന്നെ വന്നിട്ടുള്ളത്. അന്നൊന്നും നിയമം വിട്ട് സാറ്... ചേട്ടൻ എന്നെ സാറിൽ നിന്നും വിളിക്കണ്ട. പറ്റുമെങ്കിൽ ചേട്ടൻ്റെ ഒരു പേര് വിളിച്ചാൽ മതി. അല്ല, നിയമം വിട്ട് ജോണി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയായിരുന്നേ. ആ ഞാനിപ്പോൾ പെരുവഴിയിലും. ഇവിടെ സത്യസന്ധതയ്ക്കും നന്മയ്ക്കൊന്നും ഒരു വിലയില്ല ചേട്ടാ. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകൻ 4-ാം അധ്യായം 28-ാം വാക്യം. അന്നത്തെ പേപ്പറൊക്കെ വില്ലേജിൽ ശരിയാക്കിയില്ലേ? ഞാൻ വീട്ടിലേക്ക്, ഞാൻ ഈ വഴിക്ക് പോകും. ശരി ശരി, ഓക്കെ. എടാ, നീ അവിടെ നിന്നെ ഒന്ന് ശരിക്കും കാണട്ടടാ. എടാ, നാട്ടിലെ ജോലി കിട്ടിയപ്പോ ഏറ്റവും അധികം സന്തോഷിച്ചവനാ ഞാൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ചതിച്ചു. ജോയ്, നീ മദ്യവെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു കേസിലെ വാദിയും പ്രതിയുമാണ് നമ്മൾ. ആ നിലയ്ക്ക് നിന്നോട് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. നിന്റെ ചേട്ടന് കൊടുക്കാനുള്ള കാശാന്ന് പറഞ്ഞേ വില്ലേജ് ഓഫീസിൽ വെച്ച് നീ എൻ്റെ കാശ് തന്നിട്ടേ അത് ഞാൻ ഭൂമി പോക്കുവരവ് നടത്താൻ നിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചതാന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി എന്നെ ചതിച്ചവനല്ലടാ നീ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇങ്ങനെ വടിയിൽ പിടിച്ചു നിർത്തി വഴക്കുണ്ടാക്കാൻ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. നീ ഇപ്പൊ പൊക്കോ. പോലീസും കോടതിയെല്ലാം നിന്നെ വെറുതെ വിട്ടാലും ഈ ജോണി തന്നെ വെറുതെ വിടില്ല. ഓ പോയിക്കോട്ടെ എന്നാ. ചെല്ല്. മനുഷ്യനടങ്ങാറൊക്കെ. എടാ, നീ വന്നേ, വന്നിട്ട് ബാക്കി കാര്യം പറയാം. നീ സമാധാനപ്പെട്. എന്റെ സ്വഭാവം എടാ, അങ്ങനെ പറയില്ല. നീ വന്നേ. അല്ലേ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ പറയണ മര്യാദയാണ്. നീങ്ങ വാ പറയട്ടെ. എടാ നിഖിലേ, നീ ക്ഷമിക്ക്. ഒരു ദേഷ്യത്തിന് കൂടി വന്ന 4-5 മിനിറ്റ് ദൈർഘ്യമുള്ളൂ. പക്ഷെ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? നീ അവനടിച്ച് അവർ പോലീസിനെ വിളിക്കും. പിന്നെ കേസായി, കോടതിയായി, ജയിലായി. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ക്ഷമിക്കാൻ പറയണത്. എടാ, ക്ഷമേ ആട്ടുസൂപ്പിന് ഫലം ചെയ്യുമെന്നേ കാരണവന്മാർ പറഞ്ഞേ, വെറുതെ അല്ല. നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. എല്ലാം ഉണ്ടല്ലോ ഇവന് ഞാൻ അല്ലടാൻഡോ, ആ ജോയി മാഷിന്റെ അനിയൻ ജോണി നിന്നെ കൂടി വഴക്കിന് വന്നെന്ന് പറഞ്ഞു. അതാന്നോ? നീ എന്താടാ ഈ വിഷയം നിസ്സാരമാക്കി കളയണത്? എടാ, നിങ്ങൾ തമ്മിലുള്ള കേസ് കോടതിയിൽ നടക്കുമ്പോഴേ അയാൾക്ക് തന്നെയല്ലടാ കുഴപ്പം. അത് കളയാന്നോ? എടാ, മദ്യപാനത്തിന്റെ പുറത്തല്ല, എന്തിന്റെ പേരിലാണെങ്കിലും ശരി നീ കംപ്ലൈന്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഈ ജോണി ഇപ്പൊ അകത്ത് കിടന്നേനെ. എടാ,
ഇയാളിങ്ങനെ വെള്ളമൊടിച്ച് ഓരോരുത്തരും കൂടി ഉടക്കാൻ നടന്നു കഴിഞ്ഞാൽ എടാ വെറുതെ വിടരുത്. എടാ നിന്റെ അടുത്ത് മാത്രമല്ല ആ അഗസ്റ്റിൻ്റെ അടുത്ത് ഉടക്കാൻ ചെന്ന്. എടാ ഇത് വെറുതെ വിടരുത്. നീ കേസ് കൊടുക്കണം. വിട്ടുകളയാനോ? ഹലോ ഹലോ എടാ ഹലോ ആൻഡോ. ഛേ ഛേ ഒരു ഉടക്കുണ്ടാക്കി അടിയുണ്ടാക്കാൻ നോക്കിയിട്ട് ഇതങ്ങാട് കത്തിക്കാൻ പറ്റിയില്ല. വേണ്ട. ആ നീ വണ്ടി എടുത്ത് അങ്ങോട്ട് മാറണില്ല. ബാ പോവാ. ആ പൊട്ടം വേണ്ട, ഈ പൊട്ടം മതി. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 12-14 വാക്യങ്ങൾ. നീ വണ്ടി എടു. ചെറുകളെ ആ ജോർജാ. അല്ലേ ഈ ഓരോരുത്തന്മാരുടെ കാര്യം എന്തു പറ്റി? എടാ നീ ആ ജോയി മാഷിന്റെ അനിയൻ ജോണിനെ അറിയില്ലേ? ഏത് വെള്ളോ കൈക്കൂലി? അയാൾക്ക് എന്തു പറ്റി? അവനെന്ത് പറ്റാൻ? അവനിങ്ങനെ ഓരോരുത്തരായിട്ട് ഉടക്കുണ്ടാക്കി നടക്കുകയല്ലേ. ഇന്ന് അവൻ ആ ആൻഡോ ആയിട്ടൊന്ന് കോർത്തു. അയാളുടെ കയ്യിൽ നിന്നല്ലേ ഈ ജോണി കൈക്കൂലി വാങ്ങി പിടിയിലായത്? അതെ. അപ്പൊ ഈ ആൻഡോ കേസ് കൊടുത്ത അയാൾക്ക് ഈ ജോണിക്ക് കുഴപ്പമാവൂലേ? എടാ അങ്ങനെ കുഴപ്പമുണ്ടാകാതിരിക്കണമെങ്കിലുണ്ടല്ല ഈ നമ്മുടെ ഈ നട്ടെല്ലിന്റെ സ്ഥാനത്തുണ്ടല്ല മുരിങ്ങാക്കോലുള്ളവർക്ക് പറ്റില്ല. അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പിന്റെ എല്ലുള്ളവർക്ക് പറ്റും. അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. എടാ നീ ഉണ്ടായിരുന്നേ അങ്ങനൊന്നും പറയല്ലേ. അത് അല്ല, അതെന്താണ് നിനക്ക് മുരിങ്ങാക്കോലിന്റെ നട്ടെല്ലാണ്? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എടാ വേറെ ഒന്നുമല്ല, പിന്നെ നിന്റെ അപ്പന്റെ പെങ്ങളുടെ മോനല്ലേ ഈ? അതെ, എന്റെ ലില്ലിയാന്റിയുടെ മോൻ. ആ എന്നാ ഈ ലില്ലിയാന്റിയുടെ മോൻ അഗസ്റ്റിനുമായിട്ട് ഈ ജോണി ഒന്ന് കോർത്തിട്ടുണ്ട്. ആ അഗസ്റ്റിന് ഇതിന്റെ ഇടയിൽ അടിയും കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എപ്പാ? അഗസ്റ്റിനെ? ആ എങ്കിപ്പോ ഞാൻ കാണിച്ചരാ. അടാ അഗസ്റ്റിനെ, ഷെറിക്കിലടാ, നീ അവിടെ ഉണ്ട് ഇപ്പാ? നീ അവിടെ തന്നെ വെക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഓക്കെടാ. എന്നാ ജോയിനെയും തല്ലി തവിടോടിയാക്കും ഞാൻ. അവനെ ആരടുത്ത കളിക്കണ? ദേഷ്യത്തിന് 4 മിനിറ്റ് അവൻ തല്ലിക്കണ എന്റെ ആന്റിയുടെ മോനടാ. കളിക്കണം. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. പ്രഭാഷകൻ 37-ാം അധ്യായം 19-ാം വാക്യം. ഇത് ഇവൻ മതി, ഇവൻ പോയി കലക്കിക്കോളും. എന്താ രണ്ടുപേരും കൂടി? എന്താണ് പതിവില്ലാതെ? പതിവില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ മാഷിനെ പോലുള്ളവരെ കാണാനും ബുദ്ധിമുട്ടിക്കാനും ഞങ്ങളെ പോലുള്ളവർക്ക് വരേണ്ടി വരുന്നത്. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എൻ്റെ ബ്രദർ ജോണിയുടെ കാര്യം വല്ലതും ആണോ? ആഹാ, അപ്പൊ മാഷിന്റെ അടുത്ത് ആളുകൾ പരാതിയായിട്ട് വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലേ? പരാതി എന്ന് പറഞ്ഞ ആ ജോണിച്ചേട്ടൻ ഈ അഗസ്റ്റിനെ തല്ലാൻ പോയി. ഞാൻ അവനെ വിളിച്ചേ പറയാൻ ശ്രമിക്കാട്ടാ. പറഞ്ഞാൽ മാത്രം പോരാ, അങ്ങേരെ നിലയ്ക്ക് നിർത്തുകയും വേണം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ ക്ഷമിക്കാനും പൊറുക്കുവാനും പറ്റിയെന്ന് വരില്ല. അറിയാലോ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു വില്ലേജ് ഓഫീസറായിരുന്ന ആളല്ലേ അവൻ.
ആരോ അവനെ മനഃപൂർവ്വം ചതിച്ചതാ. അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാ അവനീ കാട്ടിക്കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ മാഷേ? നമുക്ക് പല പ്രോബ്ലം ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവർ നമ്മളോട് പെരുമാറണമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ക്ഷമിക്ക്, ഞാൻ അവരോടൊന്ന് സംസാരിക്കാം, എന്നിട്ട് വേണ്ടത് ചെയ്യാം. എങ്കിൽ അയാൾക്ക് നല്ലത്. ഞങ്ങളിതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പോട്ടെ മാഷേ, നീ വാ. ആരാ? ഞാൻ പലവട്ടം പറഞ്ഞ കാര്യം തന്നെയാ. നീ എന്താടാ ഇങ്ങനെ? ഈ കാര്യം തന്നെ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ. ദയവ് ചെയ്ത് എന്നെ ഉപദേശിക്കാൻ വരല്ലേ. എനിക്ക് ഞാനാകാനേ പറ്റൂ. ഞാൻ ഇങ്ങനെയാണ്. ആയിക്കോ, പക്ഷേ അത് സമൂഹത്തിന് ഉപദ്രവമാകരുത്. സമൂഹം മണ്ണാൻ കേട്ടാ. ഞാൻ മദ്യപിച്ചു എന്ന് കരുതി, എന്നിലും മദ്യത്തിൻ്റെ മണം ഉണ്ടായെന്ന് കരുതി ഞാൻ പറയുന്നതും ചെയ്യുന്നതും തെറ്റാണെന്ന് പറഞ്ഞു വരുന്നവർക്ക് ഒരു തെറ്റുമില്ലേ? അവര് പറയുന്നത് അപ്പാടെ അംഗീകരിക്കുന്ന നിന്നെ പോലുള്ളവരാ എൻ്റെ നോട്ടത്തിൽ തെറ്റുകാരെന്ന് ഞാൻ പറഞ്ഞ. എന്തായാലും മറ്റുള്ളവർ തിരുത്താൻ നിനക്കെന്താ അവകാശം? അത് തന്നെയല്ലേ നീ ഇപ്പൊ ചെയ്യുന്നത്. ഓഹോ, ഞാൻ നിനക്ക് മറ്റുള്ളവരെ പോലെയാണോ? ഞാൻ നിനക്ക് അന്യനാണോ? ജോസഫിന്റെ മകൻ ജോണി മദ്യപിച്ച് ലക്ക് കെട്ട് ആളുകളോട് വഴക്കുണ്ടാക്കി നടക്കുന്നവനാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. വിഷമമല്ല, ബുദ്ധിമുട്ടിട്ടെന്ന് പറയേ. അങ്ങനെയെങ്കിൽ അങ്ങനെ. കാരണം നീ എൻ്റെ സഹോദരനാ. ജോയി, എനിക്ക് ഈ വിഷയത്തിൽ അധികം സംസാരിക്കാൻ താല്പര്യമില്ല. ജോസഫിന്റെ ഒരു മകൻ നശിച്ചു പോയെന്ന് വിചാരിച്ചാൽ മതി. കൈക്കൂലിക്കാരൻ, മദ്യപാനി, വഴക്കാളി, അങ്ങനെ ഒരു പബ്ലിക് ന്യൂസൻസ്. അതിനുവേണ്ടി മറ്റൊരു മകൻ പേരും പെരുമയും നേടിക്കൊടുത്തിട്ടുണ്ടല്ലോ. അധ്യാപകൻ, സൽസ്വഭാവി, പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന ജോയി മാഷ്. നിനക്ക് ആരോടാ ദേഷ്യം? എനിക്ക് നീ നേരത്തെ പറഞ്ഞ ഈ സമൂഹത്തോട്, എന്നെ കൈക്കൂലിക്കാരനാക്കിയ, കള്ളനാക്കിയ ഇവിടുത്തെ വ്യവസ്ഥകളോട്, എല്ലാത്തിനോടും. നീ പോയി എന്നെ തനിച്ചു വിട്. എടാ, നീ ഇങ്ങനെ വിഷമിക്കില്ലേ? നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിന്നേലും 1000 ഇരട്ടി വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. കേസ് നടക്കുകയല്ലേ, അതിനിടയിൽ കേസിലിരിക്കുന്ന ആളുകളോട് വഴക്കുണ്ടാക്കിയ അത് കേസിനെ ബാധിക്കില്ലേ? സത്യം ഒരു നാൾ തെളിയും. നീ പ്രാർത്ഥിക്കേ. എനിക്കത്ര പറയാനാകും. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6 മാഷേ, താനോ? താനെന്താ ഇവിടെ? ഇനി ഇവിടെ എന്നെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കി കൊടുക്കാനാണോ വന്നത്? എൻ്റെ പൊന്നു മാഷേ, മാഷ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല, എല്ലാത്തിനും ക്ഷമ പറയാനാ. ക്ഷമ പറയാനോ? എന്നോടോ? അല്ലാതെ ആ ജോണിയുടെ മുമ്പിൽ പോയി
ഇതൊക്കെ പറയാനുള്ള ധൈര്യം എനിക്കില്ല. അന്ന് കുറച്ച് സാമ്പത്തികത്തിന് ആവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ്. ആരാണിതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതെന്ന് എല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. ഇനിയും എൻ്റെ പ്രവൃത്തി മൂലം ഒരു മനുഷ്യനും ഒരു കുടുംബവും തകരുന്നത് കാണാൻ എനിക്ക് വയ്യ മാഷേ. എങ്കിൽ തന്നെ ദൈവം അനുഗ്രഹിക്കും. ഈ ഒരു സംഭവത്തിന് ശേഷം അവൻ്റെ കുടുംബം തകർന്നു. അവൻ്റെ ഭാര്യയും മക്കളും ഭാര്യ വീട്ടിലാ. അവൻ ഒരു തികഞ്ഞ മദ്യപാനിയായി. ഞാൻ പറയാം മാഷേ, ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഇപ്പൊ പോയാലാണ് നമ്മ നടക്കുള്ളൂ. താ മയം വന്നേ. ഓ എന്നാലും എൻ്റെ മാഷേ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ ജോണിയേട്ടനായിരുന്നു അല്ലേ? അയാളുടെ ഭൂമി ഇടപാടില് ജോണി സാറ് പ്രശ്നമാണെന്ന് കണ്ടപ്പോ ആ പാവം ആൻഡുവിനെ കരുവാക്കിയതല്ലേ. എന്ത് പാവം? ഇപ്പം എന്തായി? പാവവും ക്രൂരനും അല്ലേ ഇപ്പം അകത്തായില്ലേ? എന്തായാലും മാഷിന്റെ പിന്തുണയാണ് ജോണി സാറിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സഹായിച്ചത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ജോയി മാഷല്ല, ജോണിയാ. ജോയി മാഷ് ഇതേ നിൽക്കണോ? എൻ്റെ പൊന്ന് സാറേ, ഞാൻ എന്തേലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കല്ലേ, എന്നോട് ക്ഷമിക്കണേ. ഓ സമാധാനായി, എന്നോട് വഴക്കില്ലല്ലോ. ദൈവമേ. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സത്യം. ജോബ് 34-11-12 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.